മേഘ ജസ്റ്റിൻ, വെള്ളാപ്പള്ളി പറയുന്നതൊന്നും വർഗീയതയല്ല. വെള്ളാപ്പള്ളി പറയുന്നതെല്ലാം ശരിയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി കണ്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ S സുരേഷിൻ്റെ പരാമർശവും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വെള്ളാപ്പള്ളി ഇടതിനോടും അല്ലെങ്കിൽ UDFിലേക്കുമല്ല, വെള്ളാപ്പള്ളി ഇനി പോകുന്നത് BJPയിലേക്കാണ്. BJPയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു ലാഞ്ചന, മറ്റേ പറയുന്ന പോലെ ഒരു തട്ട് ഒരു മുട്ട്, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്ത് തോന്നുന്നു? കഴിഞ്ഞ ദിവസം ഞാനും ഹർഷയും ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു. വെള്ളാപ്പള്ളി BJPയിലേക്ക് പോകുമ്പോൾ അതിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വർഗീയത പറയുന്നതിനെ ചെറുക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി പറയുന്ന വസ്തുതകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത തള്ളിക്കളയുകയും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി BJPയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി പിടിച്ചിരിക്കുന്ന കൈ പിണറായിയുടേതാണെങ്കിലും വർക്ക് ചെയ്യുന്നത് BJPക്ക് വേണ്ടിയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു വിഷയം നടക്കുന്നു, അതിൽ വെള്ളാപ്പള്ളി കൃത്യമായി ഓരോ വർഗീയതയുമായി വരുന്നു. അപ്പോൾ വോട്ട് സ്പ്ലിറ്റായി അതിന്റെ എന്താണ് പറയുക, അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് BJPക്കാണ്. അപ്പോൾ വോട്ട് സമാഹരണം വെള്ളാപ്പള്ളി മുഖേന നടക്കുന്നത് ഇടതുപക്ഷത്തിനല്ല, അത് BJPക്കാണ് എന്നാണ് ഒരു പരക്കെയുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ BJPയിലേക്ക് പോകാതെ തന്നെ ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. അപ്പോൾ BJPയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. BJPയിലേക്ക് പോകുകയല്ല, SNDP പോലെ ഇത്രയും ഒരു വോട്ട് ബെൽറ്റിനെ BJPക്കൊപ്പം ചേർത്ത് നിർത്തുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP വ്യക്തമായ ഒരു രാഷ്ട്രീയം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടല്ല വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു സംഭവം നടക്കുന്നു. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെ എടുക്കാം. അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ഈ വിവാദത്തെ എടുത്തു വെച്ചുകൊണ്ട് സമൂഹത്തിലിറങ്ങി വോട്ടിനെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ LDFനാണ് വിജയ സാധ്യതയെങ്കിൽ LDFിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകളെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വശത്തേക്ക് പോയി ഈ വോട്ട് സമാഹരിച്ചുകൊണ്ട് ഇതിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് സാധാരണ BJP ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ വരവോടുകൂടി ഞാൻ പറഞ്ഞ അതേ തന്ത്രം തന്നെയല്ലേ വെള്ളാപ്പള്ളിയും ചെയ്യുന്നത്. ഒരു വിഷയം ഉണ്ടാകുന്നു, അതിൽ വർഗീയപരമായോ അല്ല ഏത് തരത്തിലാണെങ്കിലും സംസാരിക്കുന്നു, അതിൽ തന്നെ വോട്ട് ധ്രുവീകരണം നടക്കുന്നു. നമ്മളാണ് പറയുന്നത് വിടുവായിത്തമാണ്, വെറുതെ പറയുന്നതാണെന്ന്. അതിൽ എന്താണ് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അതിൽ വോട്ട് മറിയുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ സ്ട്രാറ്റജി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവർ തമ്മിൽ ഒരു പാലം ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ ഞാൻ പറഞ്ഞ BJPയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ BJP അംഗത്വം എടുക്കുമെന്നല്ല, ഈ കൈ പിടിക്കുന്ന ഈ പാലം ഉണ്ടാകാനുള്ള സാധ്യത. മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS പരസ്യ പിന്തുണ നൽകിക്കൊണ്ടിരുന്നതാണ് BJPക്ക് ഒരു ഘട്ടത്തിൽ. NDAയുടെ ഒരു ഘടകകക്ഷിയായിരുന്നു തുഷാറിന്റെ BDJS. അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടത്തിൽ ഇടതിനൊപ്പമോ വലതിനൊപ്പമോ പോകുമോ എന്നുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. പക്ഷേ BDJS എന്ന് പറയുന്നത് ഇടതിനും വലതിനും വേണ്ടാത്തൊരു എടുക്കച്ചിറക്കായി ഇപ്പോൾ സെൻട്രൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തിരിച്ച് വീണ്ടും NDAയുടെ ഒപ്പം നിന്നുകൊണ്ട് അച്ഛൻ്റെ പിന്തുണകളെ തേടി തുഷാർ വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്ന ഒരു കേന്ദ്ര പദവിയോ അല്ലെങ്കിൽ ഒരു MLA സ്ഥാനമോ ആയിരിക്കും കേരളത്തിൽ BJPയുടെ. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് എവിടെ നിർത്താൻ നല്ല സ്ഥാനാർത്ഥികളെ, അതായത് ഫേസ് ആയിട്ടുള്ള പരക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തത്രപ്പാടിലാണ് BJP. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ വന്ന ഒരു MLA സ്ഥാനം അല്ലെങ്കിൽ ഒരു MLA ആകാനുള്ള സാധ്യതയുള്ള ഒരു സീറ്റ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന മെറിറ്റ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ചെറിയൊരു സപ്പോർട്ടാണ്. അത് ഉറപ്പായും വെള്ളാപ്പള്ളി നടേശന്റെ സപ്പോർട്ട് ചെറിയൊരു സപ്പോർട്ടൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് മേലിൽ ആരും ഒരു അധികാരം സ്ഥാപിക്കാനില്ല എന്നൊരു ഹുങ്കുമായി അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയം മലീനവസമാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോകുന്നത്. ഈ NSS ആയാലും അതേപോലെ ക്രൈസ്തവ സഭകളായാലും അതേപോലെ SNDP ഈഴവ വോട്ടുകളായാലും ഈ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്നത്. വോട്ട് ബാങ്കിനെ ഇത്തരത്തിലൊരു കച്ചവടത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറുന്നതും ഇതിനെ ഭിന്നിപ്പിക്കുന്നതും എല്ലാം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഈ സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ കേൾക്കുമ്പോൾ 30% പൊളിറ്റിക്കൽ ലിറ്ററസിയുള്ള പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ആൾക്കാർ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ
എന്താണ് മേഘയെ സംബന്ധിച്ച് ഒരു ക്രൈസ്തവ സഭയിലെ ഒരു അച്ഛൻ പറയുകയാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ സാധാരണക്കാരായ നമ്മളുടെ തലമുറയിലൊക്കെ മുമ്പുള്ള ഒരു 80-70 കാലഘട്ടത്തിലുള്ള അച്ഛൻ പറഞ്ഞതാണ് സഭയ്ക്കൊപ്പമാണ് ഇപ്പോൾ CPM അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെ പറ്റിയും ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതികൾ കണ്ടുവരുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം സാമുദായികമായി വോട്ട് ധ്രുവീകരണം നടക്കില്ല എന്ന് എത്ര രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിച്ചാൽ പോലും ഇത് ഈ പറഞ്ഞ ഫാക്ടർ ഉള്ളതാണ്. കാരണം ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ അതല്ലെങ്കിൽ മുസ്ലിം സഭകളിൽ നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ പോലും കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം മത നേതാക്കൾ പറയുന്നത് അപ്പാടെ വിശ്വസിക്കാനും അതുപോലെ അനുകൂലിക്കാനും തയ്യാറായി നിൽക്കുന്ന മനുഷ്യരാണ്. അതിനെ ചൂഷണമെന്ന് നമുക്ക് പറയാമെങ്കിലും ഇതാണ് ശരിക്കും കേരളത്തിൽ നടക്കുന്നത്. അത് എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സമൂഹം ആൾക്കാരിരുന്ന് വർഗീയത വച്ച് പുലർത്താത്ത ആൾക്കാരാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ പോലും വെള്ളാപ്പള്ളി പറയുന്നത് പോലെ അതുപോലെ മറ്റ് സാമുദായിക നേതാക്കൾ പറയുന്നത് പോലെ പറയുന്നത് കേട്ട് അനുസരിക്കാൻ അതുപോലെ ചെയ്യാനും, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ എന്തുദ്ദേശിച്ചാണോ പറയുന്നത് അതനുസരിച്ച് ബ്രെയിൻ വർക്കാവുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതെ, ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വസ്തുതയല്ല, അദ്ദേഹം പറഞ്ഞത് എന്ത് വർഗീയത എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇവിടുത്തെ അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റി പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യം വെക്കുന്നത് ഇനിയിപ്പോൾ മകനെ ഒരു MLA ആക്കുകയോ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ബോർഡിലേക്ക് ഒരു അംഗമാക്കുകയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉയർന്നു വരുന്ന ചർച്ചയുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രകാശ് ജാവദേക്കർ കണ്ടത് മറ്റ് രാഷ്ട്രീയ ഡീലുകളുടെ പുറത്താണ്. അദ്ദേഹത്തിന് പേരിലുള്ള ഒരുപാട് തരത്തിലുള്ള അഴിമതി കേസുകളും അതേപോലെ പണം തട്ടിപ്പുള്ള കേസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തിന് മുകളിൽ പിടിയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. വെള്ളാപ്പള്ളി നടേശന്റെ ശരീരഭാഷ തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളോട് കടന്നാക്കാൻ ഞാൻ പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി നടേശന് പുറകെ പോകരുത്. അദ്ദേഹം കണ്ടന്റ് സോഴ്സിങ് ആണ്. അദ്ദേഹം ഒരു കണ്ടന്റാണ്. ഇത്തരത്തിൽ വർഗീയത പറയുന്ന അല്ലെങ്കിൽ മൈക്കെടുത്ത് എറിയൂ എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന തൊഴിലിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ നിനക്കൊന്നും മതി നാക്ക് ചുരുട്ടി ആക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊരു അഹങ്കാരമുണ്ട്. ഇപ്പോൾ നമ്മൾ പല മാധ്യമ സുഹൃത്തുക്കളെടുത്ത് പറയും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരും തൊടില്ല, പണമുണ്ട്, അധികാരമുണ്ട്, ഇത് എങ്ങനെ പൊളിറ്റിക്സ് പോകണമെന്ന് നിയന്ത്രിക്കുന്നത് ഇടതിൻ്റെയും വലതിൻ്റെയും ഒക്കെ തീരുമാനിക്കുന്ന അദ്ദേഹത്തിന് ആ ഒരു നോക്കണം. അതായത് കുമാരനാശാനെ പോലുള്ള വലിയ വലിയ മഹത് വ്യക്തിത്വങ്ങൾ ഇരുന്നൊരു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് കേരളത്തെ ഇത്രത്തോളം മലിനമാക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നത്. BJP ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു? BJP കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് രീതിയിലുള്ള പാളിച്ചകൾ പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈഴവ ബെൽറ്റിനെ ചേർത്ത് നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് 1.5% ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമാണ് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചതും സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചതും. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തുണ്ടായി? ഒരു ഹിന്ദു എതിർവികാരമുണ്ട്, ഹിന്ദു വോട്ടുകൾ ചോർന്നു പോയെന്നൊരു. അപ്പോൾ ഇവർ നടത്തുന്ന അക്ഷീണമായ പരിശ്രമം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദുത്വത്തിൽ നിൽക്കുന്ന ഹിന്ദു വിശ്വാസികളായ ഇത്തരത്തിൽ പലതരത്തിലുള്ള സാമുദായിക ഘടകങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടി എന്ന് വേണം. പക്ഷേ ഇത് എത്രത്തോളം ഇപ്പം BJPക്ക് ലഭിച്ചാലും BJP കേരളത്തിൽ കൂടി പോയ ഒരു 10 സീറ്റ് നേടുമായിരിക്കും. അവർ ഭാവിയിൽ അധികാരത്തിൽ വന്നേക്കാം. പക്ഷേ ഈ ഇടതും വലതും ഇനി ഒരു 10-20 വർഷത്തേക്ക് മാറി മാറി വരികയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അദ്ദേഹം ചെയ്തു കൂട്ടിയ അഴിമതികൾക്ക് എല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു മുൻകരുതൽ അദ്ദേഹത്തിന് നല്ലതാണ് എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്.